സർ, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലീഡറായ ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 ഔദ്യോഗികമായി അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുക്കുകയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ഒരു ശരിക്കും കച്ചവടക്കാരൻ തന്നെയാണ്, മാത്രമല്ല ഒരു നാഷണലിസ്റ്റ് കൂടിയാണ്. അപ്പം ജോ ബൈഡനും അദ്ദേഹത്തിൻ്റെ ഡെമോക്രാറ്റിക് പാർട്ടിയുമൊക്കെ എല്ലായ്പ്പോഴും ഡീപ് സ്റ്റേറ്റിൻ്റെ തടവറയിലായിരുന്നു. ഇപ്പം ഒബാമ ഉൾപ്പെടെയുള്ള സോറോസ് ഉൾപ്പെടെയുള്ളവരുടെ നിയന്ത്രണത്തിലായിരുന്നു എല്ലായ്പ്പോഴും ആ പാർട്ടി. അങ്ങനെയാണെങ്കിൽ ജോ ബൈഡൻ്റെ അമേരിക്കയും ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ അമേരിക്കയും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുക? ഇപ്പോൾ സുനിജി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യത്തിൽ നമുക്കൊട്ടും സംശയമില്ല. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കച്ചവടക്കാരനാണ്. വളരെ ലിമിറ്റഡ് അജണ്ടയേ ഉള്ളൂ മൂപ്പര് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് പോലും നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എങ്ങനെയാണ് കച്ചവടം നടത്തി ലാഭകരമാക്കേണ്ടത്, അമേരിക്കയ്ക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാം, പുള്ളിയുടെ മുമ്പിലുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതായത് പുള്ളിക്ക് ഗ്ലോബൽ പൊളിറ്റിക്സോ അങ്ങനെയുള്ള സംഗതികളിൽ ഇടപെടുക, ആ ഒരു ചിന്ത പദ്ധതിയിലേക്ക് പോകുന്ന മനുഷ്യനല്ല. സംശയമില്ല. എന്താണ് ഡൊണാൾഡ് ട്രംപ്, ചിലർ പറയും മന്ദബുദ്ധിയാണെന്ന് പറയും, ചിലർ വട്ടനാണെന്ന് പറയും, ഒക്കെ ശരിയായിരിക്കും. പക്ഷെ ബൈഡൻ പ്രതിനിധീകരിക്കുന്ന ഡെമോക്രാറ്റ് അല്ലേ, ഉദാത്തമായ ആശയങ്ങൾ, വളരെ പിന്നെ വർക്കിംഗ് ക്ലാസിൻ്റെ നേതാവ്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യണം, നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതി സംരക്ഷണമായിട്ട് ഇറങ്ങുന്ന ഒരു ഭയങ്കര ഒരു പ്രസ്ഥാനമായിട്ടങ്ങ് ഇറങ്ങിയാൽ മതി. എന്തിനെങ്കിലും നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു അജണ്ട അല്ലെങ്കിൽ നറേറ്റീവ് സൃഷ്ടിച്ച്, ഒരു സ്ഥാപനം സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഒരു സംഘടനയെ സൃഷ്ടിച്ച് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ മറവിൽ നമുക്കതിനെ നശിപ്പിക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ 10-20 വർഷം നമ്മുടെ ലോകത്തിലുണ്ടായിട്ടുള്ള സകല സംഗതികളെ നോക്കിയാൽ നമ്മൾ കാണുന്ന സംഗതി അത്. അമേരിക്ക തന്നെയാണ് ആ ഒരു സംഗതി മുമ്പോട്ട് വയ്ക്കുന്നത്. ഉദാത്തമായ കാര്യങ്ങൾ പറയും, അതേ സമയത്ത് അതിൻ്റെ പിന്നിൽ അതിൻ്റെ നേർവിപരീതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ ഡെമോക്രാറ്റ്, ഇപ്പോൾ ജോ ബൈഡൻ്റെ എടുക്കും നോക്കുമ്പോൾ ഡെമോക്രാറ്റാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ ഈ ഡെമോക്രാറ്റുകൾ പിന്നെ ഇലക്ഷനിൽ ഇപ്പോൾ ജോ ബൈഡനിലൊക്കെ തോറ്റ സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടുത്തെ കേരള ഇലക്ഷനിൽ ഇടതുപക്ഷം തോക്കുന്ന പോലെയൊക്കെയുള്ളൊരു മനപ്രയാസം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജോ ബൈഡൻ കഴിഞ്ഞ 2021 ട്രംപിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമുക്കൊക്കെ ആദ്യം വലിയ, ഇപ്പോൾ ഒബാമയൊക്കെ അവിടെ പ്രസിഡൻ്റായ സമയത്ത് ഡെമോക്രാറ്റുകളിലൊക്കെ അധികാരത്തിൽ വരുന്നത് നല്ലതാണ് എന്ന് കരുതിയിരുന്നൊരു വ്യക്തിയും കൂടെയാണ്. ഇപ്പോൾ ഒബാമയൊക്കെ ഇരുന്ന സമയത്ത് ഒരു പരിധിവരെ നമുക്കതിൻ്റെ ഒരു ഗുണം കാണുകയും ചെയ്തിരുന്നു, ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ജോ ബൈഡൻ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്തൊരു ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പട്ടാളത്തെ പിൻവലിച്ചാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതായത് ഈ പഴുത്ത് നിൽക്കുന്ന മുന്തിരിക്കൊലയിൽ നിന്ന് മുന്തിരികൾ അടർന്നു വീഴുന്നത് പോലെയാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ എയർപോർട്ടിലെ ആ പ്ലെയിനിൽ ഞാന്ന് വലിഞ്ഞു കയറാൻ നോക്കിയ അഫ്ഗാനികൾ. അതെ, ആലോചിച്ച് നോക്കുക, ഒരു ജനതയെ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ഭീകരമായ ഒരു പീഡനം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, എന്തൊരു അവസ്ഥയിലേക്ക് എറിഞ്ഞു കൊടുത്തത്, കുറ്റിട്ടിലേക്ക് എറിഞ്ഞു കൊടുത്തു സാർ. അഥവാ ഇപ്പം അമേരിക്കയുടെ ഫോഴ്സ് അവിടെ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ പകരം ഒരു സംവിധാനം ഉണ്ടാക്കുകയോ, അതല്ലെങ്കിൽ അവിടെയുള്ള ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ ഓരോ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരോട് ഒരു ചർച്ച നടത്തിയോ, അതെങ്കിലും ഒരു സമവായത്തിലൊരു സർക്കാരിനെ ഏൽപ്പിക്കുകയോ, എന്തെങ്കിലും ഒരു ചർച്ചയുടെയോ അല്ലെങ്കിൽ ഒരു മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തിട്ട്, ഒന്നുമില്ലെങ്കിൽ ആൾക്കാർക്ക് അഭയാർത്ഥികളായിട്ടെങ്കിലും മറ്റു സ്ഥലത്തേക്ക് പോകാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. അതുപോലും ചെയ്യാതെ ഈ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു കുറ്റകൃത്യമാണ് ശരിക്കും. വാർ ക്രിമിനാലിറ്റിയേക്കാൾ അപകടകരം. വാറിൽ നമുക്ക് എന്തും സംഭവിക്കുന്നൊരു മുൻകൂട്ടി ധാരണയുണ്ട്. പക്ഷേ അഫ്ഗാനിസ്ഥാനെ സംഭവിച്ചതല്ല. ഇന്ന് അഫ്ഗാൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതൊന്ന്. 2, വെസ്റ്റ് ഏഷ്യ മുഴുവൻ എടുത്ത് നോക്കുക. കംപ്ലീറ്റ് ബൈഡനല്ലേ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഹമാസ്. ഇപ്പോൾ ഹമാസ് ഇസ്രയേലിനെ അടിച്ചിടത്തുന്നതാണ് ഇസ്രയേൽ ഹമാസ് സംഭവം ഉണ്ടായത്. ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന മുഴുവൻ ആ ഒരു പ്രദേശം തന്നെ ഇല്ലാണ്ടായി കഴിഞ്ഞു. ഏതാണ്ട് 50,000-ലേറെ ആൾക്കാരെ ഇതിനകം അവിടെ കൊന്നുകളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിനകത്തുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, കുട്ടികൾ, ഇവരുടെ അടുത്ത തലമുറ, എന്തൊരു വേദനയും പകയും ഒക്കെ ആയിട്ടായിരിക്കും ഈ സമൂഹം വളർന്നു വരുന്നത് അല്ലേ? അതിനെ നമ്മുടെ സമൂഹം നമുക്ക് ഓരോരുത്തരും നമ്മൾ നേരിടേണ്ടി വരില്ല. അതൊന്നും ഇല്ല. ജനോസൈഡ് തന്നെയാണ്, വംശഹത്യ തന്നെ നടത്തിക്കൊണ്ടിരുന്നത്, സംശയമില്ലാത്ത കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ സിറിയയിൽ അല്ലേ,
ഇതിൻ്റെയൊക്കെ പിന്നിലാരാണ്? ഇപ്പോൾ അമേരിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്രയേൽ ഇന്ന് ചെയ്യത്തില്ല. അതും പോട്ടെ. ഉക്രൈനിൽ ഇപ്പോൾ സെലൻസ്കി, ഇപ്പം പുതിൻ എന്നുള്ളത് ഡിക്റ്റേറ്ററാണ്, സംശയമൊന്നുമില്ല കരുതി. പക്ഷേ പുടിനെ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചതാരാണ്? അമേരിക്കയാണ്. ഈ സെലൻസ്കിക്ക് ആയുധവും പണവും ഇല്ല, അയാൾക്കൊന്നുമില്ല. അയാൾ വെറും ഒരു ടെലിവിഷനിൽ അപ്പിയർ ചെയ്യുന്ന ഒരു കൊമേഡിയൻ്റെ അപ്പുറം ഇപ്പോഴും അയാൾ ആ ഒരു കൊമേഡിയൻ റോളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊക്കെ ഭയങ്കര സംഭവമാണ്. സെലൻസ്കിയെ ഞങ്ങളുടെ നേതാവാക്കും എന്നുള്ള ധാരണയായിരുന്നു ചില മുഖ്യധാര മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു സാർ. പക്ഷെ അതിൻ്റെ പിന്നിൽ അമേരിക്കയുടെ താല്പര്യമായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ മിസൈൽ ഇപ്പം ബൈഡനോടെ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകന് മാപ്പ് കൊടുക്കുന്നു, സകല കാണുന്നവർക്കെല്ലാം മാപ്പ് കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ട്രംപ് അധികാരത്തിലേക്കുന്നതിന് മുമ്പ് തന്നെ ഇനി എന്ത് സംഭവിക്കട്ടെ എന്നുള്ള നിലയിലാണ് അമേരിക്കയുടെ മിസൈൽസ് ഉപയോഗിച്ചുള്ളതിനായിട്ട് സെലൻസ്കിക്ക് ഇത് കൊടുത്തു. അത് കേട്ട മാത്രയിൽ തന്നെ ഈ വിഡ്ഢിയായ സെലൻസ്കി അമേരിക്കൻ മിസൈൽ അങ്ങോട്ട് അയച്ചു. 6 ഒറ്റയടിക്ക്. അപ്പോഴത്തേക്ക് എന്ത് പറ്റി? പുതിൻ കരുതി വെച്ചിരുന്ന ആർഷനിക് എന്ന് പറഞ്ഞ ആ ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചു. അത് ഒരെണ്ണത്തിന് ഇതൊരു അമേരിക്കയ്ക്ക് പോലും തടയാൻ പറ്റുന്നില്ല. ശബ്ദത്തെക്കാൾ വേഗത്തിൽ പോകുന്ന അല്ലേ ഹൈപ്പർസോണിക് സാധനം അയച്ചു. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഡെമോക്രാറ്റാണ്, ബൈഡനാണ് അല്ലേ? അതെ. അപ്പം നമുക്ക് പോലും തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന സംഗതി, ഇന്നലെ ആന്റണി ബ്ലിങ്കൻ അങ്കാറയിലെത്തിയിട്ട് എർദോഗനോട് സംസാരിച്ചു. സിറിയയിലെ ISISനെ നേരിടുമെന്നും പറഞ്ഞാൽ അവിടെ കയറി നിറങ്ങുകയായിരുന്നു. സിറിയ തകർന്നു കഴിഞ്ഞു. അവിടെ കുർദുകൾക്ക് മുഴുവൻ ആയുധങ്ങൾ കൊടുക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ ഇപ്പോൾ ഇറാഖിൽ കയറി അടിച്ചു. അപ്പോൾ നേരത്തെ സിനിജ് പറഞ്ഞതുപോലെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് ഈ ബൈഡൻ കാണിക്കുന്നത്. അപ്പോൾ ഏത് അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും ഈ ഡീപ് സ്റ്റേറ്റ് എന്നുള്ളൊരു സംഗതി വലിയ മാറ്റമില്ലാതെ കൊണ്ടുവരുമായിരുന്നു. ഇത് തന്നെയാണ് ഇറാഖിൽ സംഭവിച്ചത്. ഇറാഖിൽ സദ്ദാമിൻ്റെ കയ്യിൽ എന്തോ സംഗതി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. പാവത്തിൻ്റെ കയ്യിൽ എന്താ പറയുക, ഒരു നമ്മുടെ ഹൈസ്കൂളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലാബിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അത്ര പോലും ആസിഡ് പോലും ഇല്ലായിരുന്നു പുള്ളിയുടെ കയ്യിൽ അല്ലേ? അതെ. അപ്പോൾ ഇറാഖ് ഇങ്ങനെയാക്കി മധ്യേഷ്യ മുഴുവൻ ഈ തകർന്ന് തരിപ്പണമാക്കി. പക്ഷേ ഇവിടെയെല്ലാം ഇവിടുത്തെ റബൽസും വിമതരും സർക്കാരുകളും എല്ലാം ഉപയോഗിക്കുന്ന ആരുടെ ആയുധങ്ങളാണ്? അമേരിക്കയുടെ ആയുധങ്ങളാണ്. അല്ല, അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും യുദ്ധം വേണമല്ലോ, അവരുടെ ആയുധം. കാരണം അവരുടെ മാർക്കറ്റാണ്. ഇപ്പം നിങ്ങൾക്കൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും മാർക്കറ്റ് ഉണ്ടാക്കേണ്ടവരുടെ ആവശ്യമാണ്. അമേരിക്കയുടെ ഏറ്റവും ഒടുവിലത്തെ ഈ 2023-24 കണക്കനുസരിച്ചിട്ട് 4.2% അവരുടെ GDP-യുടെ 4.2% ഈ ആയുധ കച്ചവടത്തിലൂടെ 23-24 വർഷത്തിൽ വർദ്ധിച്ചിരിക്കുന്നത്. ലോകത്തിലെ 50%-ലേറെ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ ഇതിന് മാർക്കറ്റ് വേണം. അതുപോലെ തന്നെ 4-5 കമ്പനികളാണ് ഈ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 50%-ലേറെ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളിൽ 35% ഉപയോഗിക്കുന്ന 4-5 കമ്പനികളാണ്. ഈ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ജോ ബൈഡൻ ഈ ഏറ്റവും ഒടുവിൽ ഉണ്ടാക്കിയ ഒരു രാജ്യമായിട്ട് ഉണ്ടാക്കിയ ഡീല് പോലും. അപ്പോൾ ഇതെല്ലാം ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മധ്യേഷ്യയിലൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു അല്ലേ? അവിടെ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, അവിടെ സെയിൽസ് നടക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ഈ ടെലിവിഷനിൽ കാണുമ്പോൾ നോക്കുക, ഈ റബൽസിൻ്റെ കയ്യിരിക്കുന്ന ആയുധങ്ങളും പട്ടാളക്കാരുടെ കയ്യിരിക്കുന്ന ആയുധങ്ങളും രണ്ടും സെയിം തന്നെയാണ്, ഒരേ മൂശയിൽ നിറങ്ങി വരുന്ന സംഗതിയാണ്. അപ്പോൾ ഈ ഒരു താല്പര്യമാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തിയാണ് ബൈഡന്റെ ഭാഗത്ത് നമ്മൾ കണ്ട സാർ. അത് ബൈഡന്റെ ഭാഗത്ത് മാത്രമല്ല, ബറാക്ക് ഒബാമ ആയപ്പോഴും ബൈഡൻ ആയപ്പോഴും ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യമാണ്. പക്ഷേ ഇപ്പൊ ട്രംപ് ഡീപ് സ്റ്റേറ്റിനെ അയാൾ വെല്ലുവിളിക്കുക. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, ട്രംപ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ അമേരിക്കൻ മിസൈൽ ഉക്രൈനിൽ ഉപയോഗിക്കുന്നതിന് എതിരാണ്. അതേപോലെ അങ്ങേര് നോട്ടർഡാം പള്ളിയുടെ ഉദ്ഘാടനത്തിന് പോയി ഫ്രാൻസിൽ വെച്ച് സെലൻസ്കിയായിട്ട് നടത്തി യുദ്ധം നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അതെ. അല്ല, അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഈ ഉക്രൈൻ നേരത്തെ ഇപ്പോൾ ഈ ഉക്രൈൻ ഈ ആയുധങ്ങളൊക്കെ കൊടുത്ത് എന്തുകൊണ്ടാണ് ഉക്രൈൻ നാറ്റോയിൽ ചേരാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ അന്ന് നാറ്റോ രൂപീകരിച്ചപ്പോൾ അവരുടെ GDP-യുടെ 2% പ്രതിരോധ ആവശ്യങ്ങൾക്കായി മാറ്റി വെക്കണമെന്നുണ്ട്. ഒരു രാജ്യവും മാറ്റി വെക്കുന്നില്ല. അമേരിക്ക മാത്രം പണവും ആയുധവും കൊടുത്തിട്ട് ഈ യുദ്ധത്തിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് പറയുന്നു, എൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ ടാക്സ് മറ്റ് രാജ്യങ്ങളുടെ ആവശ്യത്തിന് ഞാൻ ഉപയോഗിക്കുന്നില്ല.
എന്ന് വെച്ചാൽ സെലൻസ്കിക്ക് ഇനി ആയുധം തരില്ല എന്ന് അത് പച്ചയ്ക്ക് പറയല്ലേ? പച്ചയ്ക്ക് മാത്രമല്ല, അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. സെലൻസ്കിയോട് വിളിച്ച് പറഞ്ഞു യുദ്ധം നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. സിറിയയിൽ യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞത് ഇങ്ങനെ മണ്ടനോ മന്ദബുദ്ധിയോ കച്ചവടക്കാരനോ എന്തോ ആയിക്കോട്ടെ, അമേരിക്കയുടെ താല്പര്യം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഈ വലിയ നറേറ്റീവുള്ള ബൈഡനേക്കാൾ ലോകത്തിന് ഗുണകരമായിരിക്കും അമേരിക്കയിൽ ട്രംപ് എന്ന് എനിക്ക് തോന്നുന്നു. അതെ, പറയുന്നത് ചെയ്യുന്ന ഒരാൾ പച്ചയ്ക്ക് പച്ചയ്ക്ക് അയാൾക്ക് രണ്ട് മുഖമില്ല അയാൾക്ക്, അല്ലേ? അതെ, വലിയ ഫിലോസഫിയോ വലിയ തത്വങ്ങളോ ഒന്നും പറയുന്നില്ല. പേരും എൻ്റെ പാർട്ടിയുടെ പേര് എൻ്റെ ഡെമോക്രാറ്റൊന്നും അങ്ങനൊന്നും അല്ല. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്ന അയാൾ കൃത്യമായിട്ട്, ഞാൻ പറയുന്നത് ഒരു ദിവസം ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ യുദ്ധം അവിടെ അവസാനിച്ച് നിന്ന് കഴിഞ്ഞാൽ എത്ര ജീവനുകളായിരിക്കും നഷ്ടപ്പെടാതിരിക്കുന്നത്? ഈ ഉക്രൈനിലെ ജനങ്ങളുടെ അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, അതേപോലെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള എന്തൊരു ദുരിതമാണ് അത്. ഈ ഒരൊറ്റ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ ആ ഒരു താല്പര്യം നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ്, അല്ലേ? അതിനെ വെല്ലുവിളിക്കാൻ തയ്യാറായിട്ട് ഞാൻ പറയുന്നത് വേറൊന്നും വേണ്ട, ട്രംപിന് എന്ത് വൃത്തിയായിട്ട് കാണിച്ചോട്ടെ. പക്ഷേ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് അയാളുടെ സാന്നിധ്യം ഗുണകരമാകുമെങ്കിൽ ലോകത്തിന് വലിയൊരു ഗുണമായിരിക്കും. ട്രംപിന് യുദ്ധത്തോട് പൊതുവെ താല്പര്യമില്ലല്ലോ, അല്ലേ? അയാൾക്കത്തെ താല്പര്യമുള്ളൂ അമേരിക്കയ്ക്ക് ലാഭം ഉണ്ടാക്കുക. പിന്നെ അയാൾ പറഞ്ഞു അയാൾക്കൊരു ഡബിൾ ഫേസ് ഇല്ല. എന്താണ് ട്രംപ് എന്നുള്ള സാധനം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധനം. അപ്പോൾ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ രാജ്യ താല്പര്യം നോക്കുന്ന ഒരു ഭരണാധികാരിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് പുറത്താക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്കും ശരിയായ രേഖകളില്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരും. അതൊക്കെ സംഭവിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപ് പിന്നെ ഇന്ത്യക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അയാളുടെ പിന്നെ ടീമിലെടുത്ത് നോക്കാം, നല്ലൊരു ശതമാനം നിർണായകമായ സ്ഥലങ്ങളിൽ ഇന്ത്യൻ വംശജരുണ്ട് സാധനം. അപ്പോൾ ഈ പുരോഗമനം പറയുന്ന ഡെമോക്രാറ്റിൻ്റെ പ്രതിനിധിയായ ബൈഡനേക്കാൾ എന്തുകൊണ്ടും ലോകത്തിന് നല്ലത് ട്രംപായിരിക്കും. ട്രംപ് അധികാരത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ട്രംപിൻ്റെ ഈ ബൈഡൻ തോറ്റിട്ട് പോലും എടുത്ത തീരുമാനങ്ങൾ ആലോചിച്ച് നോക്കുക. ബൈഡൻ ഈ അമേരിക്കയുടെ മിസൈലുകൾ നേരിട്ട് അയച്ചോളാൻ പറഞ്ഞതിന് ശേഷം എത്ര പേര് അതിൻ്റെ പേരിൽ തന്നെ മരിച്ചിട്ടുണ്ടാവും? റഷ്യയിലാണെങ്കിലും അതേപോലെ തന്നെ ഉക്രൈനിലാണെങ്കിലും ആയിരക്കണക്കിനാണ് മരിക്കുന്നത്. ഇപ്പോൾ റഷ്യയുടെ പട്ടാളത്തിൻ്റെ എണ്ണം ഇങ്ങനെ മെലിഞ്ഞ് വളരെ ചെറുത്. അതുകൊണ്ടാണ് ഈ മലയാളികൾ ഉൾപ്പെടെ ഇവിടെ അങ്ങോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പട്ടാളക്കാരാണെങ്കിലും റഷ്യക്കാരാണെങ്കിലും മനുഷ്യരല്ലേ? അതെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ താല്പര്യം ഒരു വ്യക്തിയിലൂടെ പ്രതിഫലിക്കുമ്പോൾ മാറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ ട്രംപിൻ്റെ സാന്നിധ്യം, ട്രംപ് വരുന്നത് ലോകത്തിന് വലിയ ഭീഷണികൾ ഇപ്പോൾ തീർച്ചയായിട്ടും മറ്റു പല ഏരിയകളിലും ഉണ്ടാവും. അപ്പോൾ ട്രംപിൻ്റെ താല്പര്യം അമേരിക്കയുടെ താല്പര്യം തന്നെയാണ്. ഇപ്പോൾ ലോക പോലീസാവുക എന്നൊക്കെ ഉള്ളൊരു ധാരണയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശാലമായ സംഗതികൾ അജണ്ടയൊക്കെ എത്രമാത്രം ട്രംപ് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഈ പിന്നെ ലോകരാജ്യങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് പോലും വ്യക്തമായിട്ട് അറിയാമോ നമുക്ക് സംശയമാണ് സാർ. അദ്ദേഹത്തിൻ്റെ വളരെ ലിമിറ്റഡായിട്ടുള്ള സംഗതികളാണ് ഈ പിന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കുക, അതല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കുക, റെഫ്യൂജീസിനെ ഒഴിവാക്കുക, അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ഒരു സംഗതി തന്നെയാണ്. വളരെ പരിമിതമായൊരു സംഗതിയാണ്. ഞാൻ പറയും ഇന്നത്തെ സാഹചര്യത്തിൽ വിശാലമായ കാഴ്ചപ്പാടിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ബൈഡനേക്കാൾ ലോക നന്മയ്ക്ക് മനുഷ്യൻ്റെ ജീവനെങ്കിലും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ട്രംപിൻ്റെ സാന്നിധ്യമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഉപയോഗിക്കുന്ന ഭാഷ വളരെ മോശമായിരിക്കും, പെരുമാറ്റം റഫായിരിക്കും. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ലോകത്തിനും ഒപ്പം ഇന്ത്യക്കും നല്ലൊരു കൂട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ബൈഡനേക്കാൾ മെച്ചമായിരിക്കും. ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ചിട്ട് അയാൾക്ക് സാധാരണ രീതിയിൽ ജനിച്ച് മരിക്കാനുള്ള ഒരു അവസരം എല്ലാ മനുഷ്യനുമുണ്ട്. എത്ര ആയിരക്കണക്കിന് ആൾക്കാർക്ക് അതിൽ നഷ്ടപ്പെടാൻ കാരണം ഈ ബൈഡനാണ്. കാര്യം ഈ അഫ്ഗാനിലെ കാര്യങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി, അല്ലേ? അത് കഴിഞ്ഞിട്ട് യുക്രൈൻ, ഇപ്പോൾ പിന്നെ ഗാസ എന്നുള്ള രാജ്യത്തിന് പ്രദേശം ഇല്ലാണ്ടായി കഴിഞ്ഞു. ഇപ്പം തന്നെ ഈ നെതന്യാഹു ഭ്രാന്ത് പിടിച്ചതുപോലെയല്ലേ അയാൾ ഈ സിറിയയിൽ കാണിക്കുന്ന വൃത്തികൾ, അല്ലേ? ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് അയാൾ. അപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ പശ്ചിമേഷ്യ മുഴുവൻ സംഘർഷപൂരിതമാക്കി, അല്ലേ? ഇപ്പം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്ന ഇതിനകത്തുനിന്ന് വരുന്ന ഇതിൻ്റെ അഫക്റ്റഡായിട്ടുള്ള കുട്ടികൾ. ഉദാഹരണത്തിന് പണ്ട്
അമേരിക്ക ബിൻ ലാദനെ മടിയിൽ വെച്ച് പാലൂട്ടി വളർത്തിയതാണ് അഫ്ഗാനിസ്ഥാനിൽ റഷ്യക്കെതിരെ. അതെ. എന്നിട്ട് അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുതുയുഗത്തിലെ മുഴുവൻ തീവ്രവാദങ്ങളുടെ തുടക്കം എന്ന് പറയുന്ന സാധനം. അത് അവർക്ക് തന്നെ അവസാനം ദോഷമായപ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ആ ഒരു സ്വാഭാവിക കാവ്യനീതി എന്ന് പറയുന്നൊരു സംഗതിയാണത് തിരിച്ചടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ ട്രംപ് വട്ടനായിക്കോട്ടെ മന്ദബുദ്ധി ആയിക്കോട്ടെ, എന്തായാലും ഈ പുരോഗമനത്തിൻ്റെ ഒരു മുഖം മൂടി ഇട്ടുകൊണ്ട് വൃത്തികൾ കാണുന്നതിനെക്കാട്ടും നല്ലത് നമുക്കറിയാം ട്രംപ് എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത് അറിയാം. സംശയമില്ല. ട്രംപിനെക്കുറിച്ച് നമുക്കൊരു സംശയത്തിനിട നൽകുന്നില്ല. നമുക്കൊരു എന്താ പറയുക, ഇയാൾ ഏത് രീതി ചെയ്യുമെന്ന് അറിയാൻ വയ്യ നമുക്ക് വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ജനുവരി 20 ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.